എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിദേശത്തേക്ക് മലയാളി വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരുന്നു ഒരു സമയത്ത്. UK, കാനഡ എന്നീ രാജ്യങ്ങളായിരുന്നു വിദ്യാർത്ഥികളുടെ ഇഷ്ടരാജ്യങ്ങൾ. തദ്ദേശീയർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതും കാനഡയിലേക്ക് പോകുന്നതിൽ നിന്ന് വിദേശ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലവും പല നിയമമാറ്റങ്ങൾ വന്നതിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾ വരുന്നത് ഇല്ലാതായിരിക്കുന്നു. ഇപ്പോഴത്തെ UK നിന്ന് വരുന്ന വാർത്തകളും വ്യത്യസ്തമല്ല. സ്റ്റുഡൻറ് വിസയ്ക്കായി അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജൂലൈ-സെപ്റ്റംബർ മാസങ്ങളിൽ 16% കുറവുണ്ടാകുമെന്നാണ് ഹോം ഓഫീസ് പുറത്തുവിട്ട രേഖകൾ വ്യക്തമാക്കുന്നത്. ചട്ടങ്ങളിൽ മാറ്റം വന്നതോടെ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്കുള്ള അപേക്ഷയിൽ 89% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 2023 ജൂലൈ-സെപ്റ്റംബർ സമയത്ത് 3,12,500 അപേക്ഷകൾ ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് 2,63,400 കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ വിദ്യാർത്ഥി ആശ്രിത വിസ അപേക്ഷകൾ 59,000 ആയിരുന്നു. ഇത് വെറും 6,700 കുറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ ഉള്ള പ്രതിസന്ധികൾ. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞതോടെ UKയിലെ യൂണിവേഴ്സിറ്റികളും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. വിദേശ വിദ്യാർത്ഥികളുടെ വരവായിരുന്നു യൂണിവേഴ്സിറ്റികളുടെ സാമ്പത്തിക സ്രോതസ്സ്. വരവ് കുറഞ്ഞതോടെ വരുമാനവും ഇടിഞ്ഞ അവസ്ഥയിലാണ്. ഈ പ്രവണത തുടർന്നാൽ ആഗോള രംഗത്ത് UK യൂണിവേഴ്സിറ്റികളുടെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന മുന്നറിയിപ്പ് ഈ രംഗത്തുള്ളവർ നൽകുന്നു. വിദ്യാർത്ഥികളുടെ വിസ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തണമെന്ന ആവശ്യവും ശക്തമായി തുടരുകയാണ്. മലയാളി വിദ്യാർത്ഥികൾക്കും താല്പര്യക്കുറവായി ഇപ്പോൾ കാണപ്പെടുന്നു. UKയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് അത്ര സുഖകരമല്ലാത്ത അവസ്ഥയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതും UK താല്പര്യം കുറയാൻ കാരണമായിട്ടുണ്ട്. കാനഡയും UKയും ദുഷ്കരമായതോടെ ജർമ്മനി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്ന് കുട്ടികൾ കൂടുതലായി പോകുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ ജോലി ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥി അനുകൂല നയം അടുത്തിടെ ജർമ്മനി പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ ആഴ്ചയിൽ 10 മണിക്കൂറായിരുന്നു ജോലി ചെയ്യാൻ സാധിച്ചിരുന്നത്. ഇതാണ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം തന്നെ ജർമ്മനിയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും വിദേശ വിദ്യാർത്ഥികൾ പോകുമ്പോൾ UK, കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമമാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.